ഹലോ മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൂന എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ വി ആർ ഗോയിങ് ടു ഇറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഗതിവിധിയാം നോക്കാം. ഫസ്റ്റ് ഗതിവിധി എന്താണ് ഇവിടെ? ആകെ കഹാനി के आधार पर सही प्रस्ताव चुनकर കഥയുടെ ബേസിൽ പറയും. ഓൺ ദി ബേസിസ് ഓഫ് ദി സ്റ്റോറി കഥ നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് നല്ല ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ദെൻ നമുക്ക് ഇതിന്റെ ഓർഡർ നോക്കാം. നമുക്ക് എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മൾ പഠിച്ച സ്റ്റോറി, ഇപ്പൊ ജൂലിയയുടെ സ്റ്റോറി ആണെങ്കിലും ഇനി അപ്കമിംഗ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറീസ് ആണെങ്കിലും അതിന്റെ സ്റ്റോറിയിൽ സംഭവിച്ച കാര്യങ്ങളോട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ അതിൽ തെറ്റുകൾ വരുത്തിയിട്ട് നമുക്ക് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ പ്രസ്താവന മാത്രം തെരഞ്ഞെടുത്ത് എഴുതണം. നമുക്ക് നോക്കാം. ലഡ്കിനെ ചുനൗത്തിയോം കാ സാമ്ന കിയ. ഈ പെൺകുട്ടി ചുനൗത്തിയോം എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളികൾ. ഓക്കെ, ചലഞ്ചസ് സാമ്ന കിയ. സാമ്ന കിയ എന്ന് പറഞ്ഞാൽ നേരിട്ടോ, വെല്ലുവിളികളെ നേരിട്ടോ. ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവര് പേട് കട്ട് ചെയ്യാൻ വന്നിട്ട് അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹെലികോപ്റ്റർ പറത്തി വിടാം, നല്ല സൗണ്ടിൽ അനൗൺസ് ചെയ്യാം. അപ്പൊ അതൊക്കെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരണം ചെയ്തിട്ടുണ്ട്. സോ അത് ശരിയാണ്. ലഡ്കിനെ വിപത്തിയുമേ പേടുക്കോ ചോട് ദിയ. ഒരു പ്രശ്നം വന്നപ്പോ, അപകടം വന്നപ്പോ പെൺകുട്ടി ആ മരത്തിനെ ചോട് ദിയ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ശരിയാണോ? തെറ്റാണല്ലേ? കാരണം എന്താ? അവൾ ഉപേക്ഷിച്ചിട്ടില്ല. അവൾ എന്താ ചെയ്തത്? എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? മഴ വന്നു, മഞ്ഞ് വീഴ്ച വന്നു, എല്ലാം വന്നിട്ടും അവൾ എന്താണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ലഡ്കിനെ ജീവൻ കി സുവിധായും ചോടുതി. പെൺകുട്ടി അവളുടെ ജീവിതത്തിലുള്ള സുവിധായും എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ, അവളുടെ പ്രായത്തിലുള്ള കുട്ടിയാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെന്റ്സ് അവൾ ചോടുതി എന്നാണ് പറയുന്നത്, ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണല്ലേ? കാരണം എന്താണ്? ഈ 700 ദിവസത്തിലധികം അവൾ ആ മരത്തിന്റെ മുകളിലിരുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ നടക്കേണ്ട എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ അവൾ ഒഴിവാക്കിയിട്ടാണ് അതിന്റെ മുകളിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ നിന്നത്. സോ അത് ശരിയാണ്. ലഡ്കി സേഠ് കി അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി. ഈ സേട്ട് എന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ മുതലാളി അല്ലെ? അവരുടെ ബോസിന്റെ അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള തെർക്കീബോ ഐഡിയാസ്, അല്ലെങ്കിൽ അവർ ഇവളെ താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടെക്നിക്കുകളെ അവള് ഡർ ഗയി. അത് കണ്ടിട്ട് അവൾ പേടിച്ചു പോയോ? ഇല്ല അല്ലേ? എന്ത് പ്രശ്നം വന്നാലും ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത്. സോ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. സോ അത് തെറ്റാണ്, പേടിച്ചിട്ടില്ല. ലഡ്കി അപ്പിനി ദോസ്തി പർ അട്ടൽ രഹി. പെൺകുട്ടി അവളുടെ ദോസ്തി പർ അട്ടൽ രഹി എന്ന് പറഞ്ഞാൽ എന്താ? അട്ടൽ രഹി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവള് ഉറച്ചു നിന്നു. ഓക്കെ, ഒരു എന്ത് പ്രശ്നം വന്നിട്ടും അവള് അവിടുന്ന് പിന്മാറിയില്ല. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? അപ്പൊ ഏതൊക്കെയാണ് മക്കളെ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഫസ്റ്റത്തെ ശരിയാണ്. ലഡ്കിനെ ചുനൗത്തിയോം കോ സാമ്ന കിയ. ശരിയാണ്. പിന്നെ ഏതാ ശരിയായത്? ലഡ്കിനെ ജീവൻ കി സുവിധായും ചോട് ദി. അത് ശരിയാണ്. പിന്നെ ഏതാ? ലാസ്റ്റ് വൺ, ലഡ്കി അപ്പിനി ദോസ്തി പർ അട്ടൽ രഹി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യോം കോ പുൻലേഖൻ കരെ. നമൂന എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, സാമ്പിളിനനുസരിച്ച് വാക്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? എഴുതാനാണ് പറയുന്നത്. പുൻലേഖൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എഴുതുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മേംനെ നെഹിം ഉതറൂങ്കി. ലഡ്കി ചില്ലായി. ഞാൻ ഇറങ്ങില്ല, പെൺകുട്ടി പറഞ്ഞു. ഇത് നമ്മളോട് റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? റിപ്പോർട്ട് ചെയ്തിട്ട് എഴുതണം. എങ്ങനെ എഴുതണം? ലഡ്കി ചില്ലായി, പെൺകുട്ടി പറഞ്ഞു. കി മേം നെഹിം ഉത്തരൂങ്കി. കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, ദാറ്റ് ദ ഗേൾ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ അല്ലേ? ആ പെൺകുട്ടി പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഈ മരത്തിൽ നിന്നും ഇറങ്ങില്ല. ഇപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്തെന്നാൽ നാളെ ഞാൻ വരില്ല. അപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോട് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? കീ യൂസ് ചെയ്യും. അതിന്റെ മീനിങ് എന്താണ്? എന്തെന്നാൽ അല്ലെങ്കിൽ ദാറ്റ് എന്നാണ്. ദാറ്റിന്റെ ശരിക്കുള്ള മീനിങ് അല്ല ഇവിടെ. നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോട് പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന വേർഡാണ് ദാറ്റ്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ദാറ്റിന്റെ മീനിങ് ചേഞ്ച് ആവും. ഇതൊക്കെ എഴുതാനുള്ള ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് ഉണ്ടാവും. എന്തായാലും ഇത് വരുന്ന സമയത്ത് നമ്മൾ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ടാവും ഡയലോഗ്. അതിന്റെ ശേഷമുള്ള ഒരു സെന്റൻസ് ഉണ്ടല്ലോ, 2-3 വാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആ സെന്റൻസ് ആദ്യം എഴുതിയിട്ട് അതിന്റെ നടുക്ക് എന്ത് കൊടുത്താൽ മതി? കീ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മീനിങ് മേ ബി മനസ്സിലായില്ല എങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ. മേം നെഹിം ഉത്തറൂങ്കി എന്ന് പറയുന്നത് ഡയലോഗാണ്. അതിന് ശേഷം വന്ന സെന്റൻസ് എന്താണ്? ലഡ്കി ചില്ലായി. കണ്ടോ? അപ്പോൾ ലഡ്കി ചില്ലായി നമ്മൾ ആദ്യം ഇട്ടിട്ട് കീ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഈ ഡയലോഗിനെ ഈ സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്മിയോം നെ സോച്ച ആഖിർ കബി തോ ഉത്തറേങ്കി തബ് കാട്ടോങ്കി പേടുക്കോ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഡയലോഗ് എവിടെയാണ് കിടക്കുന്നത്? ഏതാ ഡയലോഗ് വരുന്നത്? ആഖിർ കബി തോ ഉത്തറേങ്കി തബി കാട്ടേങ്കി പേടുക്കോ എന്നാണ് ഡയലോഗ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഡയലോഗ് ഇല്ലാതെ കിടക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എടുക്കണം. ഏതാണ്? ആദ്മിയോം നെ സോച്ച. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? കീ ഇട്ട് കൊടുക്കണം. സോ കീ ആഖിർ കബി തോ ഉത്തറേങ്കി തബ് കാട്ടോങ്കി പേടുക്കോ. നെക്സ്റ്റ് നോക്കാം. കഹാനി പഠിക്കർ സുനാവൂ. കബി ലഡ്കി പേട് സെ പൂച്ച്തി.
ഡയലോഗ് ഏതാ? കഹാനി പഠിക്കർ സുനാവു. സോ നമ്മൾ ആദ്യം ഏത് എഴുതണം? കബി ലഡ്കി പേട് സേ പൂച്ച്തി കി കഹാനി പഠിക്കർ സുനാവു. കണ്ടോ? നെക്സ്റ്റ് നോക്കാം. തും ഹമാരി ദോസ്തി കബി നഹീം തോട് പാओगे ലഡ്കിനെ കഹാ. നമ്മൾ ആദ്യം ഏത് എഴുതണം? ലഡ്കിനെ കഹാ കി തും ഹമാരി ദോസ്തി കബി നഹീം തോട് പാओगे. ക്ലിയർ അല്ലേ? ലഡ്കിനെ ബതായ വാദാ കരോ യ ഹം കെ കിസി ഭി പേട് കോ കബി നഹീം കാട്ടോगे. ഡയലോഗ് അതാണ്. സോ നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങണം? ലഡ്കിനെ ബതായ കി വാദാ കരോ യ ഹം കെ കിസി ഭി പേട് കോ കബി നഹീം കാട്ടോगे. അർത്ഥം മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് വെച്ചിട്ട് ഈ ഒരു ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, കൂടുതലായിട്ടും ഈ ക്വസ്റ്റ്യൻ വരല് പൂച്ച്തി, കഹ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ബത്തായ, സോച്ച, ചില്ലായ എന്ന് പറയുന്ന വേർഡ്സ് വെച്ചിട്ടാണ് ഇത് വരല്. ഓക്കെ, അപ്പോൾ മീനിങ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ ടെക്നിക്ക് വെച്ചിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തയ്യാർ കരെ നമ്മളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്തുണ്ടാക്കാനാണ്? ജൂലിയ और ലൂന की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गई. ജൂലിയയുടെയും അതേപോലെ നമ്മുടെ ലൂനയുടെയും ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ലോകം മുഴുവൻ ഫേമസ് ആയി. നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? കഹിം കഹി ലൂന കെ സംരക്ഷൺ പർ പോസ്റ്റർ നിക്കലിനെ ലഗെ. പല സ്ഥലത്തും ലൂനയുടെ സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള പോസ്റ്റർ ആളുകൾ വെക്കാൻ തുടങ്ങി. ആ ബി ലൂന കെ സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരെ. നമ്മളോടും ഒരു പോസ്റ്റർ ലൂനയുടെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, മിസ് ഇവിടെ 2 പോസ്റ്റർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ओके, सो फर्स्ट पोस्टर लूना बोले मुझे मत काटो, पेड़ सिर्फ पेड़ नहीं जीवन का प्रतीक है, जूलिया की तरह बनो प्रकृति को बचाओ. എന്താണ് ഇതിന്റെ മീനിങ്? ലൂന ബോലെ, ലൂണ പറഞ്ഞു മുझे മത് കാട്ടോ, എന്നെ മുറിക്കരുതേ. പേട് സിർഫ് പേട് നഹീം, എന്താണ്? മരം വെറും ഒരു മരമല്ല. ജീവൻ കാ പ്രതീക് ഹേ, ജീവന്റെ പ്രതീകമാണ്. ജൂലിയാക്കി തരഹ് ബനോ, ജൂലിയയെ പോലെയാകോ. പ്രകൃതി കോ ബച്ചാവോ, പ്രകൃതിയെ സംരക്ഷിക്കോ. അപ്പോൾ ഈ പോസ്റ്റർ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പേട് ജീവൻ കാ ആധാർ ഹൈ, മരം ജീവന്റെ അടിസ്ഥാനമാണ്. പേട് നഹീം ഹോങ്കെ തോ ഹം നഹീം ഹോങ്കെ, മരമില്ലെങ്കിൽ നമ്മളില്ല. ജൂലിയാക്കി തരഹ് പേടോ കോ ബച്ചാവോ, ജൂലിയയെ പോലെ മരങ്ങളെ സംരക്ഷിക്കൂ. പ്രകൃതിക്കോ ബച്ചാവോ ഭവിഷ്യക്കോ സജാവോ, പ്രകൃതിയെ സംരക്ഷിക്കൂ ഭവിഷ്യക്കോ സജാവോ, പ്രകൃതിയെ സംരക്ഷിക്കൂ ഭാവിയെ അലങ്കരിക്കൂ. അപ്പോൾ ഈ 2 പോസ്റ്ററിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് എഴുതാം. അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും മിസ് കൊടുത്തിട്ടുള്ള ഈ കണ്ടന്റ് നിങ്ങൾക്ക് എന്താണ് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ന്യൂ പോസ്റ്ററും ഉണ്ടാക്കാം. ഇത് 2 ഉദ്ദേശം വെച്ചിട്ടാണ് മിസ് തന്നിട്ടുള്ളത്. മേ ബി നിങ്ങളോട് ജൂലിയയുടെയും ലൂനയുടെയും പേര് വെച്ചിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ പറയും. ഇപ്പം നമ്മൾ ടെക്സ്റ്റിൽ ചോദിച്ചതുപോലെ ലൂനയുടെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂനയെ കുറിച്ചിട്ടും ജൂലിയയെ കുറിച്ചിട്ടും നമുക്ക് എഴുതാം. അല്ലാതെ പര്യാവരൺ ദിവസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റൽ ഡേ ആണ് അല്ലെ, പരിസ്ഥിതി ദിനം. അതിനെ സംബന്ധിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, മരത്തിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ലൂന ജൂലിയ എഴുതണം എന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? മരങ്ങളെ കുറിച്ചിട്ടും പ്രകൃതിയെ കുറിച്ച് എഴുതാം. അപ്പോൾ അതിനും നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പേട് സിർഫ് ഏക് പേട് നഹീം ജീവൻ കാ പ്രതീക് ഹേ, പേട് നഹീം ഹോങ്കെ തോ ഹം നഹീം ഹോങ്കെ, പ്രകൃതി കോ ബച്ചാവോ ഭവിഷ്യക്കോ സജാവോ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ അത് 2 രീതിയിലും എന്ത് ചെയ്യാം? ഒന്ന് നോക്കി വെക്കാം. എക്സാമിന് 2 രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. इन्हें നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद दिन वे आदमी चुपचाप वहां से जाने लगी. 738 ദിവസം മരം മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ആളുകൾ അവിടെ നിന്ന് മിണ്ടാതെ പോകാൻ ഒരുങ്ങുന്നു. വാദാ കരോ യഹാം കെ കിസി ഭി പേട് കോ കഭി നഹീം കാട്ടോगे, എനിക്ക് പ്രോമിസ് ചെയ്യൂ ഇവിടെയുള്ള ഒരു പേടും ഇനി നിങ്ങൾ നശിപ്പിക്കില്ല എന്ന്. ലഡ്കിനെ സേഠ് സെ വാദാ ലേ ലിയ, പെൺകുട്ടി ആ ബോസിൽ നിന്നും പ്രോമിസ് വാങ്ങിച്ചു. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करें. അപ്പോൾ ഈ ഒരു ഘടനയെ വെച്ചിട്ട് നമ്മളോട്, ഘടന എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സീനിന്റെ ബേസിൽ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? അവർ തമ്മിലുള്ള ബാത്ചീത്ത്, കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. ഈ ബാത്ചീത്ത് എന്ന് പറയുന്ന വേർഡിന് പകരം വാർത്താലാപ്, സംവാദ് എന്ന് വന്നു കഴിഞ്ഞാലും എന്താണ്? കോൺവെർസേഷൻ എന്ന് തന്നെയാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈ 3 വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കാട്ടോ. നമുക്ക് നോക്കാം. ജൂലിയ പറയണേ, സേഠ് ജി ക്യാ ആപ് അബ് ജാ രഹേ ഹൈ. അപ്പോൾ ഇവരിങ്ങനെ പോകാൻ ഒരുങ്ങാണ്. ആ സമയത്ത് ജൂലിയ മുകളിൽ നിന്ന് ചോദിക്കുകയാണ്, സേഠ് ജി ഹേയ് ബോസ്, നിങ്ങൾ ഇപ്പോൾ പോവുകയാണോ? അപ്പോൾ സേഠ് പറയുന്നത് എന്താ? ഹാ മേംനെ ബഹുത് ദിൻ ഇൻതസാർ കിയ, ആ ഞാൻ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തു. അബ് സമജ് ഗയാ, ഇപ്പം എനിക്ക് മനസ്സിലായി. കി മുझे इस पेड़ काट नहीं सकता, എനിക്ക് ഈ മരം മുറിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ജൂലി എന്താ പറയുന്നത്? तो फिर एक वादा करो, എന്നാൽ എനിക്കൊരു പ്രോമിസ് തരൂ. കി യഹാം കെ കിസി ഭി പേട് കോ കഭി നഹീം കാട്ടോगे, ഇവിടെയുള്ള ഒരു മരവും മുറിക്കില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യൂ. അപ്പോൾ സേഠ് എന്താ പറയുന്നത്? ഹാ മേ വാദാ കർത്താ ഹൂം, ആ ഞാൻ പ്രോമിസ് തരുന്നു. അപ്പോൾ ജൂലി എന്താ പറയുന്നത്? ധന്യവാദ് സേഠ് ജി, നന്ദിയുണ്ട് ബോസേ. ആപ്നെ ജംഗൽ കോ ജീവദാൻ ദിയാ ഹേ, നിങ്ങൾ ഈ കാടിന് എന്ത് നൽകി? ഒരു ജീവൻ ദാനം നൽകി. ഒരു സേഠ് എന്താ പറയുന്നത്? നഹീം ജൂലിയ തുമ്നെ മുझे സിക്കായ, നീയാണ് എന്നെ പഠിപ്പിച്ചത്. കി അസലി ദൗലത്ത് ക്യാ ഹോത്തി ഹേ, എന്താണ് നമ്മുടെ
എന്ത് ശരിക്കുള്ള സമ്പത്ത് എന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ആണ് തന്നിട്ടുള്ളത്, പഠിച്ചു വെക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനിക്ക് ഘടനാക്കോ ക്രംസെ ലിഖെ. ക്രംസെ ലിഖെ എന്ന് പറഞ്ഞാൽ ഓർഡറിൽ എഴുതുവാനാണ് പറയുന്നത്. ഓക്കെ, एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचा. ശരിയാണല്ലേ? എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഏത് ഒന്നാമത്തത്. ലड़के और पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगा. പെൺകുട്ടിയുടെയും പേടിന്റെയും ചുറ്റും ഒരുപാട് ആളുകൾ ഇക്കട്ടാ ഹോനെ എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റും ഗ്യാദർ ചെയ്യാൻ തുടങ്ങി. അത് ഒരുപാട് കഴിഞ്ഞിട്ടാണല്ലേ നടന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. കൈ ദിനോं का पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगा. ഒരുപാട് നാള് ഈ മരത്തിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്നതിന് ശേഷം പിന്നീട് അവരവിടെ നിന്ന് പോകുന്നു. ഇതും അവസാനം നടന്ന ഇൻസിഡന്റ് ആണ്. ഹട്ടെ കട്ടെ ആദ്മിയോ കെ സേഠ് നെ അജീബോ ഗരീബ് തർക്കീബോ ലഗായി. ഈ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ബോസ് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ട്രിക്സ് കാണിക്കാൻ തുടങ്ങി. അത് മിഡിലായിട്ട് നടന്നതാണ്, അതൊന്നും രണ്ടാമത് വന്നതല്ല. ലड़कीനെ ചിരിയോങ്കി തരഹ് പേട് പർ അപ്ന ഗോൻസല ബനാലിയ. പെൺകുട്ടി കിളികളെ പോലെ മരത്തിന്റെ മുകളിൽ അവൾക്കൊരു കൂടുണ്ടാക്കി. ഓൾമോസ്റ്റ് അടുത്താണ്. ലड़की ചട്ട് പേട് പർ ചढ़ गई. പെൺകുട്ടി വളരെ പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ ഇതിൽ ആദ്യത്തത് ഫസ്റ്റ് തന്നത് തന്നെയാണ്. ഏക് റോസ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി ഏക് ബഡേ സെ പേട് കോ കാട്നെ പഹുഞ്ച. നെക്സ്റ്റ് ഏതായിരിക്കും വരാം? ലड़की ചട്ട് പേട് പർ ചढ़ गई അല്ലെ? അവരെ കണ്ടപാടെ പെൺകുട്ടി എന്ത് ചെയ്തു? ആ മരത്തിന്റെ മുകളിൽ കയറി. പിന്നെ ഏതായിരിക്കും? ഹോസല ബനാലിയ. അത് കഴിഞ്ഞിട്ട് ഏതാ? ഹട്ടെ കട്ടെ ആദ്മിയോ കെ സേഠ്നെ അജീബോ ഗരീബ് തർക്കീബൻ ലഗായി. അവർ പലതരത്തിലുള്ള ട്രിക്സ് കാണിച്ചു. ഇതാണ് നാലാമത് വരുന്നത്. അഞ്ചാമത് ഏതാ? ലड़की और पेड़ के इर्द गिर्द हजारों लोग इकट्ठे होने लगा. देन लास्ट वन ഏതാണ്? कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगा അല്ലെ? ഇത്രയുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്തായാലും സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ ഒരു റീഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. देश का विकास और प्रकृति संरक्षण विषय पर चर्चा लगाए और लघु लेख तैयार करे. देश का विकास, നമ്മുടെ ദേശത്തിന്റെ വികസനം, പിന്നെന്താ പ്രകൃതി സംരക്ഷണം. അപ്പോൾ വികസനവും പ്രകൃതി സംരക്ഷണവും എന്ന വിഷയത്തിൽ നമ്മളോട് ചർച്ച നടത്തിയിട്ട് ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് ഇത് എക്സാമിന് വരാം. കാരണം ലഘുലേഖ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ദേശ് കാ വികാസ് और प्रकृति संरक्षण विषय पर एक ലഘുലേഖ തയ്യാർ കരേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷൺ വിഷയ पर एक ലഘുലേഖ തയ്യാർ കരേ, അല്ലെങ്കിൽ ദേശ് കാ വികാസ് വിഷയ पर एक ലഘുലേഖ തയ്യാർ കരേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത്, പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും നിങ്ങൾ ഈ ലഘുലേഖ എഴുതി വെച്ചിരിക്കണം. ഓക്കെ, ലഘുലേഖ മിസ് ഷെയർ ചെയ്യാം, ശ്രദ്ധിക്കുക. ഏതൊരു ലേഖ തയ്യാറാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈറ്റിൽ നിർബന്ധമാണ്. ഓക്കെ, ടിപ്പണി എഴുതുമ്പോൾ ടൈറ്റിൽ നിർബന്ധമാണ് ഉള്ളത്. ദേശ് കാ വികാസ് ഔർ പ്രകൃതി സംരക്ഷൺ. ഓക്കെ, പ്രകൃതി സംരക്ഷൺ കാ മഹത്വ ബഹുത് അധിക ഹൈ. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വളരെ ഉയർന്നതാണ്. കാരണം ഹമാരെ ജീവൻ ഔർ ഭവിഷ്യ കെ ലിയെ ആവശ്യക ഹൈ. കാരണം എന്താ, ഇത് നമ്മുടെ ജീവിതത്തിനും ഭാവിക്കും വളരെയധികം ആവശ്യമാണ്. ഇസ്കെ ബിനാ ഹമാരാ ജീവൻ സംഭവ് നഹീം ഹോഗ. അത് കൂടാതെ, അതായത് പ്രകൃതി സംരക്ഷണം കൂടാതെ നമ്മുടെ ജീവിതം സാധ്യമാകില്ല. കാരണം എന്താ, പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ ഫുഡ്, വായു അല്ലെ, ഇതൊക്കെ മരങ്ങളും പ്രകൃതി ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. സോ അത് ആദ്യം എഴുതണം. ഇനി നമുക്ക് വികസനത്തിനെ കുറിച്ചിട്ട് കുറച്ച് വാക്ക് പറയണം. വികാസ് ആവശ്യക് ഹേ. എന്താണ് വികസനം? അത്യാവശ്യമാണ്. ക്യോംകി യഹ് ശിക്ഷ, സ്വസ്ഥ, റോസ്ഗാർ ഔർ തക്നീക്കി ഉന്നതി ലാതാ ഹേ. കാരണം എന്താണ്, ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്, സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്, പിന്നെന്താ റോസ്ഗർ എന്ന് പറഞ്ഞാൽ തൊഴിലാണ്, ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പുരോഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്താണ്? വികസനമാണ്. ഓക്കെ, വികസനം ഉണ്ടാകുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ആരോഗ്യത്തിലും തൊഴിൽ ഇടങ്ങളിലും സാങ്കേതിക പുരോഗതിയിലൊക്കെ, അതായത് ടെക്നോളജിയിലൊക്കെ വികസനം വരുന്നത്. ओके, അപ്പോൾ അത് ആവശ്യമാണ്. लेकिन अगर इस विकास की कीमत पेड़ों की कटाई, वनों की समाप्ति, जलवायु असंतुलन और प्रदूषण के रूप में चुकानी पड़े तो यह विकास नहीं विनाश का संकेत है. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വികസനങ്ങൾ, നമ്മൾ മരങ്ങൾ മുറിക്കുന്നത്, വനനശീകരണം, അതേപോലെ കാലാവസ്ഥയിലുള്ള അസന്തുലിതാവസ്ഥ, പ്രദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ, മലിനീകരണം എന്നിവയ്ക്ക് രൂപം നൽകേണ്ടി വന്നാൽ അത് വികസനമല്ല, മറിച്ച് എന്താണ്, നാശത്തിന്റെ അടയാളമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വികസനം ഉണ്ടാവരുത്. പക്ഷേ നമുക്ക് ഇതിനൊന്നും തൊടാതെയുള്ള, ഇതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെയുള്ള വികസനമാണ് നമുക്ക് വേണ്ടത്. ഹമേ ഏസേ രാസ്ത ചുനനെ ഹോഗി ജഹാ വികാസ് और പ്രകൃതി में संतुलन बना रहे. നമ്മൾ എങ്ങനെയുള്ള വികസനമാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രകൃതിക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, പക്ഷേ എന്ത് ചെയ്യണം, വികസനവും നടക്കണം. ജൈസെ, അതിന് മിസ് ഒരു ഉദാഹരണം തന്നെ തരുന്നുണ്ട്. ഹരിത് ടെക്നിക്ക്, सौर और ऊर्जा, सार्वजनिक परिवहन का उपयोग, पेड़ लगाना और मौजूदा वनों की रक्षा. ഹരിത സാങ്കേതിക വിദ്യ, പിന്നെന്താ സൗരോർജ്ജം, പിന്നെ പൊതുഗതാഗത ഉപയോഗം, മരം നടല്, നിലവിലുള്ള മരങ്ങൾ സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ് അതിനെ
നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ലഘുലേഖ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജൂൺ और जुलाई महीनों की विशेष दिवसों पहुंचाने. ജൂണിലെയും ജൂലൈ മാസത്തിലെയും വിശേഷ ദിവസങ്ങളെ നമ്മളോട് ഫൈൻഡ് ചെയ്തിട്ട് നമൂനെ के अनुसार कम से कम 5 ദിവസവും की सूची बनाए. 5 ദിവസങ്ങളെങ്കിലും ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്. ഇത് നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എഴുതി വെക്കാട്ടോ. എക്സാമിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ജസ്റ്റ് ജൂണിലെയും ജൂലൈ മാസത്തിലെയും വിശേഷ ദിവസങ്ങൾക്ക് ഹിന്ദിയിൽ എന്താ പറയാന്നുള്ളത് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്